പ്രിയ പ്രേക്ഷകർക്കെല്ലാവർക്കും എൻ്റെ ജ്യോതിഷം ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അറിയിക്കുകയാണ്. ഈ ഒരു വർഷത്തെ അവസാനത്തെ കറുത്തവാവ് 2023 നടക്കുകയാണ്. ഈ കറുത്തവാവ് അനുഗ്രഹമായിട്ട് ഭവിക്കുന്ന കുറച്ച് നക്ഷത്രക്കാരുണ്ട്. ഇവരുടെ ജീവിതത്തിൽ 2023 അവസാനിക്കും മുമ്പ് ഒരുപാട് പ്രതീക്ഷകൾ നൽകിക്കൊണ്ടായിരിക്കും ഈ കറുത്തവാവ് പോകുക. വളരെ നേട്ടങ്ങളുടെ ഒരു കാലം തന്നെയാണ്. എന്തൊക്കെയാണ് നേട്ടങ്ങൾ, ആരൊക്കെയാണ് നക്ഷത്രക്കാർ, ഇവർക്ക് പ്രതീക്ഷിക്കാവുന്ന ഭാഗ്യങ്ങൾ എന്തൊക്കെയെന്ന് ഈ വീഡിയോയിലൂടെ നമുക്കൊന്ന് മനസ്സിലാക്കാം. വീഡിയോയിലേക്ക് കിടക്കും മുമ്പ് എൻ്റെ പ്രേക്ഷകരെ ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു. ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുവാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് അമർത്തുക. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും. നമുക്ക് ആദ്യം തന്നെ പറയേണ്ടത് കർക്കിടകക്കൂറിലെ പുണർദം, പൂയം, ആയില്യം നക്ഷത്രക്കാരെക്കുറിച്ചാണ്. കാരണം ഡിസംബർ 23 ശേഷം ഇവർക്ക് നല്ലൊരു സമയമാണ് എന്ന് പറയാതെ വയ്യ. കഴിഞ്ഞ 30ഓളം മാസങ്ങളായിട്ട് സംഭവിച്ച എല്ലാ അശുഭ അനുഭവങ്ങൾക്കും പരിഹാരം ലഭിച്ചു തുടങ്ങുന്ന ദിവസമാണ് ഈ കറുത്തവാവിന് ശേഷം. വളരെ വലിയ പരിശ്രമങ്ങൾ കൊണ്ട് ജീവിതത്തിൽ ഇനി അങ്ങോട്ട് ഒരുപാട് ഉയർച്ചകളിൽ എത്തിച്ചേരാൻ സാധിക്കും. നല്ല മാനസിക സംതൃപ്തി ലഭിക്കും. ധനസ്ഥിതി മെച്ചപ്പെടുകയും മറ്റുള്ളവരുമായിട്ടുള്ള അകന്നുപോയ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കപ്പെടുകയും ചെയ്യും. സ്വന്തം കുടുംബത്തിൽ അല്പം കലഹങ്ങൾ ഉണ്ടായേക്കാം. മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധം ചെറിയ കാരണങ്ങൾ കൊണ്ട് തകർന്നു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വാഹനങ്ങൾക്കും കന്നുകാലികൾക്കും കൃഷിയിടങ്ങൾക്കും നല്ല സമയമാണ്. ഇനിയുള്ള ദിവസങ്ങൾ അപവാദങ്ങൾ, വിശ്വാസവഞ്ചനകൾ എന്നിവ മുൻകൂട്ടി മനസ്സിലാക്കിയൊന്ന് ഒഴിഞ്ഞു മാറുക. ഭൂമി സംബന്ധമായ ക്രയവിക്രയങ്ങളിൽ നിന്നും ധനം ലഭിക്കാനുള്ള സാധ്യതയും ഏറി വരുന്നുണ്ട്. കർക്കിടകക്കൂറിലെ പുണർദം, പൂയം, ആയില്യം നക്ഷത്രക്കാർ ദോഷപരിഹാരങ്ങൾക്ക് നാരായണ നാമജപം നടത്തുന്നത് നല്ലതാണ്. വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി ഭാഗ്യസൂക്തം, അർച്ചന, തുളസിമാല, വിളക്ക് എന്നിവ യഥാശക്തി നടത്തുന്നതും ദോഷശാന്തി നൽകുന്നതായിരിക്കും. ഇനി ചിങ്ങക്കൂറിലെ മകം, പൂരം, ഉത്രം നക്ഷത്രക്കാർ 1-ാം പാദത്തിൽ ജനിച്ചവരെക്കുറിച്ച് നോക്കാം. നല്ല സമയത്തിൻ്റെ ആരംഭം ആയതിനാൽ തന്നെ എല്ലാ കാര്യങ്ങളിലും വിജയസാധ്യത ഇവർക്ക് കൂടുന്ന ദിവസമാണ് ഡിസംബർ 23. സഹോദരരുമായിട്ടുണ്ടാകുന്ന അകൽച്ചകൾ മാറിക്കിട്ടും. വാക്കുകൾ ശ്രദ്ധാപൂർവം ഉപയോഗിക്കാനായിട്ടും ശ്രദ്ധിക്കണം. സഹായങ്ങൾക്ക് പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്ത് സുഹൃത്തുക്കളിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നോ വേണ്ടത്ര രീതിയിലുള്ള സഹായങ്ങൾ ലഭിക്കാനും സാധ്യതകൾ കാണുന്നുണ്ട്. കൃഷി, കന്നുകാലി വളർത്തൽ, കൈത്തൊഴിൽ, ചെറുകിട വ്യവസായങ്ങൾ എന്നിവയിൽ അഭിവൃദ്ധി ലഭിക്കാൻ സാധ്യതയുണ്ട്. മാതാപിതാക്കളോടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. വിവാഹങ്ങളും മറ്റ് മംഗളകർമ്മങ്ങളും നിശ്ചയിക്കപ്പെടും. ദൂരയാത്രകൾ നടത്തേണ്ടതായിട്ട് വരും. വിദ്യാഭ്യാസ അനന്തരം അന്യദേശങ്ങളിലേക്ക് തൊഴിൽ അന്വേഷിച്ച് പോകേണ്ടി വരും. പഴയ താമസ സ്ഥലങ്ങളിൽ നിന്നും പുതിയവയിലേക്ക് മാറുവാൻ സാധിക്കും. ശാരീരിക വിഷമതകൾ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നവർക്ക് സമയം അനുകൂലമാണ്. പഴയ സുഹൃത്തുക്കൾ, ഗുരുനാഥന്മാർ എന്നിവരുമായിട്ട് പുനഃസമാഗമം ഉണ്ടാകും. കലാകായിക പ്രവർത്തനങ്ങളിൽ ഉന്നതിയും പ്രതീക്ഷിക്കാം. ദോഷപരിഹാരങ്ങളായിട്ട് ശനിയാഴ്ചകളിൽ വ്രതം അനുഷ്ഠിക്കുക, ഗൃഹത്തിൽ ഒരു എള്ളുതിരി കത്തിക്കുക, ശാസ്താക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി നെയ്വിളക്ക്, പുഷ്പാഞ്ജലി, നീരാജനം, കറുത്ത പട്ടുചാർത്തൽ, പായസം എന്നിവ യഥാശക്തി നടത്തുക. ജന്മനാളുകളിൽ ശിവക്ഷേത്രത്തിൽ ആയുസൂക്തം, പുഷ്പാഞ്ജലി, ശംഖാഭിഷേകം, വിളക്ക് എന്നിവ നടത്തുന്നതും ഇവർക്ക് ഏറെ ഗുണം ചെയ്യും. ഇനി കന്നിക്കൂറുകാരാണ്. കന്നിക്കൂറിലെ ഉത്രം നക്ഷത്രക്കാർ 2, 3, 4 പാദങ്ങൾ, അത്തം, ചിത്തിര 1, 2 പാദത്തിൽ ജനിച്ച നക്ഷത്രക്കാരാണ്. ഡിസംബർ 23 ശേഷം ഈശ്വരാധീനം ഇരട്ടിയായിട്ട് ലഭിക്കും. അതുകൊണ്ട് തന്നെ വളരെ കാലമായിട്ട് അനുഭവിച്ചു വരുന്നതായ കഷ്ടപ്പാടുകൾക്ക് ശമനം പ്രതീക്ഷിക്കാം. എന്നിരുന്നാലും വാക്കുകളും വിദ്യയും സാമ്പത്തിക സ്ഥിതിയും ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യാൻ ഇവരൊന്ന് ശ്രദ്ധിക്കണം. ശത്രുക്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. കാലുകളിലെ വേദനയും തലവേദനയും തൊലിപ്പുറമേയുള്ള അസുഖങ്ങളും നിരന്തരം അലട്ടാനും സാധ്യതയുണ്ട്. ദാമ്പത്യ കലഹങ്ങൾക്കൊരു ശമനം കണ്ടു തുടങ്ങും.
പുതിയ ഗൃഹനിർമ്മാണത്തിനും സ്ഥലം വാങ്ങുന്നതിനും സാധിക്കും. മാതാപിതാക്കളോടും ഗുരുജനങ്ങളോടും ബന്ധുക്കളോടുമുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. മുമ്പുണ്ടായ കടബാധ്യതകൾ വീട്ടുവാൻ ഉള്ള വഴികൾ തുറക്കപ്പെടും. പാരമ്പര്യ അവകാശങ്ങളിൽ നിന്ന് ധനലാഭം പ്രതീക്ഷിക്കാം. വിദേശത്ത് താമസമാക്കിയവർക്കും പഠിക്കുന്നവർക്കും തൊഴിൽ എടുക്കുന്നവർക്കും ഗുണഫലങ്ങൾ ഉണ്ടാകും. കന്നിക്കൂറിലെ ഉത്രം, അത്തം, ചിത്തിര നക്ഷത്രക്കാർ ദോഷപരിഹാരങ്ങൾക്ക് ശിവഭജനം മുടങ്ങാതെ നടത്തുക. ശിവക്ഷേത്ര ദർശനം നടത്തി ഭഗവാന് കൂവളത്തില, നെയ്യ്, എണ്ണ എന്നിവ നടയ്ക്കൽ സമർപ്പിക്കുക. കഴിയുമെങ്കിൽ പ്രദോഷവ്രതം കൂടി അനുഷ്ഠിക്കാനായിട്ടൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി തുലാക്കൂറുകാരാണ്. തുലാക്കൂറിലെ ചിത്തിര നക്ഷത്രക്കാർ 3-4 പാദങ്ങൾ, ചോതി, വിശാഖം 1, 2, 3 പാദത്തിൽ ജനിച്ചവരാണ്. ഡിസംബർ 23 ശേഷം അപകടകരമായിട്ടുള്ള സാധ്യതകളൊന്നും ഇവരുടെ ജീവിതത്തിൽ കാണുന്നില്ല. എന്തു പ്രതിസന്ധികൾ വന്നാലും അതിനെല്ലാം പരിഹാരം കണ്ടെത്താനുള്ള ശക്തി കൂടി ഇവർക്ക് ലഭിക്കുന്നൊരു കാലഘട്ടമാണ്. ശാരീരിക വിഷമതകൾ ധാരാളം ഉണ്ടാകാൻ ഇടയുണ്ട്. വളരെയധികം സ്നേഹിക്കുന്നവർ അകലുവാനുള്ള ലക്ഷണവും കാണുന്നുണ്ട്. ആയുധങ്ങൾ, വാഹനങ്ങൾ എന്നിവയിൽ നിന്നും മുറിവ് സംഭവിക്കാനും അതൊരു കലയായിട്ട് അവശേഷിക്കാനും സാധ്യത കൂടുതലാണ്. പരാജയപ്പെട്ട ചില സംരംഭങ്ങൾ പുനരാരംഭിക്കാനും അതിൽ നിന്നും മെച്ചപ്പെട്ട വരുമാനം ഉണ്ടാക്കുവാനും സാധിക്കുന്നതാണ്. ഭൂമി സംബന്ധമായ ഇടപാടുകളിൽ നിന്ന് ധനം ലഭിക്കും. കൃഷി, കന്നുകാലി വളർത്തൽ, സ്വയം തൊഴിൽ, കരകൗശല വിദ്യകൾ എന്നീ മേഖലകളിൽ ഐശ്വര്യം ഉണ്ടാകും. കഥാകായിക പൊതു ഇടങ്ങളിൽ നല്ല പേര് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുവാനുള്ള പുതിയ അന്വേഷണങ്ങൾക്കും വിജയം കൈവരിക്കും. ദോഷപരിഹാരമായിട്ട് തുലാക്കൂറുകാർ അവതാര വിഷ്ണുവിനെ ഭജിക്കുന്നത് നല്ലതാണ്. ശ്രീകൃഷ്ണ ഭഗവാന് വെണ്ണ നിവേദ്യം നടത്തുകയും കഴിയുമെങ്കിൽ നെയ്വിളക്ക് വെക്കുകയും ചെയ്തൊന്ന് പ്രാർത്ഥിക്കുക. ഇനി നമുക്ക് എടുത്തു പറയേണ്ട ഒരു രാശിക്കാർ മകരക്കൂറുകാരാണ്. മകരക്കൂറിലെ ഉത്രാടം നക്ഷത്രക്കാർ 2, 3, 4 പാദങ്ങൾ, ഒപ്പം തിരുവോണം, അവിട്ടം നക്ഷത്രം 1, 2 പാദത്തിൽ ജനിച്ച നക്ഷത്രക്കാരെക്കുറിച്ചും ഒന്ന് പറയേണ്ടതുണ്ട്. വിദ്യാഭ്യാസം, തൊഴിൽ എന്നീ മേഖലകളിൽ ഭാവി കാലത്ത് ഗുണപരമായ മാറ്റങ്ങൾക്ക് സഹായമാകുന്ന ചില നല്ല തുടക്കങ്ങൾ ഡിസംബർ 23 ശേഷം ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകും. വളരെ കാലങ്ങളായിട്ട് അനുഭവിച്ചു വരുന്നതായ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്ന് കരകയറാൻ തുടങ്ങുന്ന ദിവസമാണ്. ദാമ്പത്യം, വിവാഹ അന്വേഷണം എന്നീ കാര്യങ്ങളിൽ ശുഭമായ മാറ്റങ്ങളും ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകും. ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകളും പ്രത്യേകമായിട്ട് കാലുകൾ, ഉദരം എന്നിവിടങ്ങളിൽ ഉണ്ടാകുന്ന അസുഖങ്ങൾ ധാരാളമായിട്ട് വിഷമതകൾ സൃഷ്ടിക്കാനും സാധ്യതയുണ്ട്. ശ്രദ്ധിച്ചില്ലെങ്കിൽ അവ രോഗങ്ങളായിട്ട് പരിണമിക്കും. അതിനുള്ള സാധ്യതകൾ കൂടുതലാണ്. പാരമ്പര്യമായി ലഭിച്ച സ്വത്ത് ഉപകാരപ്രദമാകുന്ന ദിവസങ്ങളാണ് വരാൻ ഇരിക്കുന്നത്. മുമ്പ് ചില വ്യക്തികൾക്കുണ്ടായതായ ശത്രുതാ മനോഭാവം അതിൻ്റെ ഏറ്റവും തീക്ഷ്ണമായ ഭാവത്തിൽ അനുഭവപ്പെടുകയും ചെയ്യും. മകരക്കൂറുകാർ ദോഷപരിഹാരങ്ങൾക്ക് നാരായണ നാമജപം നടത്തുന്നത് നല്ലതാണ്. വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി ഭാഗ്യസൂക്തം, അർച്ചന, തുളസിമാല, വിളക്ക് എന്നിവ യഥാശക്തി നടത്തിയാൽ ദോഷശാന്തി നൽകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇനി കുംഭക്കൂറുകാരാണ്. കുംഭക്കൂറിലെ അവിട്ടം നക്ഷത്രക്കാർ 3, 4 പാദത്തിൽ ജനിച്ചവർ. ചതയം, പൂരുരുട്ടാതി നക്ഷത്രക്കാർ 1, 2, 3 പാദത്തിൽ ജനിച്ച നക്ഷത്രക്കാർക്കും ഡിസംബർ മാസം 23 ശേഷം എങ്ങനെയാണ് എന്ന് നോക്കാം. നല്ലൊരു സമയം തന്നെയാണ്. ഇവരുടെ ജീവിതത്തിൽ കഠിനാധ്വാനം കൊണ്ടും ഈശ്വര ആരാധന കൊണ്ടും പ്രതിസന്ധികളെയെല്ലാം മറികടക്കുവാൻ സാധിക്കും എന്നതിൽ യാതൊരു സംശയവും വേണ്ടാത്ത ദിവസങ്ങളാണ് വരുന്നത്. വലിയ തോതിൽ സാമ്പത്തിക ലാഭങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകും. വാക്കുകൾ പാലിക്കാൻ സാധിക്കാതെ വരികയും ബന്ധങ്ങളിൽ വിള്ളലുകൾ നേരിടാനും സാധ്യത കൂടുതലായിട്ട് ഫലത്തിൽ കാണുന്നുണ്ട്. ചില സാംക്രമിക രോഗങ്ങൾ പിടികൂടുവാനും വലിയ ശാരീരിക വിഷമതകൾ അനുഭവിക്കാനും സാധ്യത കൂടുതലാണ്. ചെറിയ മക്കളിൽ നാവേറുകളും നീർദോഷം പോലുള്ള ചെറിയ പ്രശ്നങ്ങളും കാരണം സമാധാനമായിട്ടിരിക്കാൻ സാധിക്കുകയില്ല. എങ്കിലും ഭയപ്പെടേണ്ടതില്ല. ഈ വർഷത്തിൻ്റെ അവസാനത്തോടു കൂടി തന്നെ സന്താനങ്ങളുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുകയും ചെയ്യും. നേരിയ കാരണങ്ങൾ കൊണ്ട് വലിയ ലാഭങ്ങൾ നഷ്ടപ്പെട്ടു പോയവർക്ക്
അത് തിരികെ പിടിക്കാനുള്ള വഴികൾ തുറന്നു കിട്ടും. വിദ്യാർത്ഥികളിൽ നേരിടുന്ന തടസ്സങ്ങൾ പരിഹരിക്കപ്പെടും. ഉദ്യോഗാർത്ഥികൾ കൂടുതൽ അവസരങ്ങൾക്കായിട്ട് കാത്തു നിൽക്കാതെ കർമ്മനിരതരായിട്ട് ലഭ്യമായ തൊഴിലുകൾ നല്ലപോലെ ആത്മാർത്ഥമായിട്ട് ചെയ്യുകയും അതിനുശേഷം മനസ്സിൽ ആഗ്രഹിച്ചതായ കർമ്മത്തിന് വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നതായിരിക്കും ഈ കാലയളവിൽ അഭികാമ്യം. കുംഭക്കൂറുകാർ ദോഷപരിഹാരങ്ങളായിട്ട് ശിവഭജനം മുടങ്ങാതെ നടത്തുക. തിങ്കളാഴ്ചകളിൽ ശിവക്ഷേത്ര ദർശനം നടത്തി കൂവളത്തില സമർപ്പിക്കുക. ആയുസൂക്തം, അർച്ചന, ശ്രീരുദ്രം ധാര, പിൻവിളക്ക് എന്നിവ നടത്തുന്നതും നല്ലതാണ്. ഇനിയുള്ള ഒരു അവസാനത്തെ ആഴ്ചക്കാലം ഇവർക്ക് മൃത്യുഞ്ജയ ഹോമം ശിവക്ഷേത്രത്തിൽ നടത്തുക. അതിൽ നിന്നും ലഭിക്കുന്ന നെയ്യ് സേവിക്കുകയും ചെയ്യുന്നത് ഏറെ ഗുണം ചെയ്യുന്ന സമയം തന്നെയായിരിക്കും വരാനിരിക്കുന്നത്.